ഹായ് ഹലോ എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ആശുപത്രിയിൽ പോകാനിപ്പോൾ ഏകദേശം സമയമായി തുടങ്ങി. 9ാം മാസമായി, ഇതുവരെ പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളെ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് സാധനങ്ങളെ വെക്കുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് ആശുപത്രി ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ പാക്കാക്കി വെക്കാൻ പോവാണ്. കുറേ സാധനങ്ങളൊന്നും വെക്കാനുള്ള പ്ലാൻ എനിക്കില്ല. പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം വരുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വന്നിട്ട് എടുത്ത് വെക്കാമല്ലോ. അതുകൊണ്ട് ചെറിയ സാധനങ്ങൾ അപ്പോൾ അത് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് യൂസ് ആവുമല്ലോ. ഇപ്പോൾ ആശുപത്രിക്ക് മാത്രമല്ല, നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിലും കുട്ടീൻ്റെ തുണി വെക്കാനും പിന്നെ നമുക്ക് ആവശ്യം വരുന്നതാണല്ലോ ഈ ബോക്സ്. അതുകൊണ്ട് ഈ ബോക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിന് വില 450 റുപ്യായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോക്സ് മാത്രമേ ആശുപത്രിക്ക് എടുക്കുന്നുള്ളൂ. വേറെ ഒരു സാധനവും പിന്നെ ഹാൻഡ് ബാഗ്, അത്യാവശ്യം ഫയൽസ് അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഫുള്ളാവുമൊന്നുമില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ചുള്ള തുണികളാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് നോക്കാവേ. അപ്പം ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത്, ഞാൻ 2 നൈറ്റ് മേടിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത്. രണ്ട് നൈറ്റ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ നൈറ്റ് ഉപയോഗിക്കുന്ന ആളല്ല. വീട്ടിലിങ്ങനെ ടോപ്പും ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2 നൈറ്റ് മേടിച്ചിട്ടുള്ളൂ. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ചാൽ മതിയല്ലോ. ഇത് 2 നൈറ്റ് മേടിച്ചിട്ടുള്ളൂ. അത് നമുക്ക് ഇത് മേടിച്ച എല്ലാം തന്നെ, ഇപ്പം ഞാൻ ഇതിൽ വെക്കുന്ന എല്ലാം തന്നെ മേടിച്ചതാണ്. ഒന്നും പഴയ സാധനങ്ങളോ തുണികളൊന്നുമല്ല. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ അയൺ ചെയ്തിട്ടുണ്ട്, ചിലതൊന്നും അയൺ ചെയ്തിട്ടില്ല. നൈറ്റി 2 വാങ്ങിയിട്ടുണ്ട്. 2 അലക്കി മടക്കി നമുക്ക് നൈറ്റിയാണ് ആദ്യം വെക്കുന്നത്. നൈറ്റ് ആദ്യം വെക്കുന്നുണ്ട്. ഇനി ഒരു നൈറ്റും കൂടി ഉണ്ട്. ആശുപത്രി ഇത്ര അടുത്തായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ കുറേ സാധനങ്ങൾ വലിച്ചു വാരി കൊണ്ടുപോകുന്നതൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ സാധാരണക്കാർക്ക് കുറച്ച് സാധനങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കൊണ്ടുപോവുക. ഇനി ഞാൻ വെക്കുന്നത് പിന്നെ ആശുപത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ടവൽ. ഇത് ഇപ്പം മേടിച്ചതല്ല, ഇത് നേരത്തെ മേടിച്ചതായിരുന്നു. ഇതൊന്നും യൂസും ചെയ്തിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി വെക്കാൻ പോകുന്നത്, ഞാൻ ഒരു വെള്ള തോർത്തും പിന്നെ ഇങ്ങനത്തെ ഒരു തോർത്തും മേടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള തോർത്താട്ടോ. ഒരു ലെങ്ത് ഉള്ള തോർത്തും പിന്നെ ഒരു ചെറിയ തോർത്തും മേടിച്ചിട്ടുണ്ട്. ഈ തോർത്ത് നമുക്ക് കുട്ടിക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ മേടിച്ചത് പിന്നെ ഇങ്ങനെ നമ്മളപ്പോൾ അമ്മ വന്ന് നിൽക്കുമല്ലോ ആശുപത്രിയിൽ, അപ്പോൾ അമ്മയ്ക്കൊരു തോർത്ത് എനിക്കൊരു തോർത്ത് എന്നുള്ളതിലാണ് മേടിച്ചത്. പക്ഷേ ഇത് കുട്ടിക്ക് യൂസ് ചെയ്യാനാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു തോർത്ത് മേടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു തോർത്ത് എടുത്തിട്ട് പോയാൽ പോരെ. അപ്പോൾ ഈ 2 തോർത്ത് മേടിച്ചിട്ടുണ്ട്. ഈ 2 എല്ലാം വാഷ് ചെയ്തിട്ട് വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പുറത്ത് വെക്കാം. അങ്ങനെ തോർത്ത് സെറ്റായി. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഞാൻ ആദ്യം വെക്കുകയാണ്, അടിയിലോട്ട് പോകുമല്ലോ. ഇനി ഞാൻ വെക്കാൻ പോകുന്നത്, എനിക്കൊരു ഫീഡിങ് കുർത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അലക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അയൺ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഫീഡിങ് കുർത്തി. ഇത് ഭയങ്കര വിലക്കുറവുള്ള ഒരു കുർത്തിയാണ്. അഥവാ പിന്നെ
ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ആവശ്യം വരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ആശുപത്രിയിൽ നിന്ന് വരുമ്പോ എങ്ങാനും കുർത്തി ഇടാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോകുമ്പോൾ അവിടെ പോയിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ കൂടി ഞാൻ ഒരു കുർത്തി എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് ആശുപത്രി അടുത്തായത് കൊണ്ടാട്ടോ ഞാൻ വലിയൊരു ചിട്ടയായിട്ടൊന്നും എടുത്തു വെക്കാത്തത്. കുറച്ച് കെയർലെസ് ആയിട്ട് തന്നെ എടുത്തു വെക്കുന്നത്. എന്ന് വെച്ചാല് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഏട്ടന് വണ്ടിയുണ്ട്, ഏട്ടൻ വന്നിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് വരാം. പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിലിപ്പോൾ ആളുണ്ട്, ചേച്ചി വന്നിട്ടുണ്ട്, പിള്ളേർ വന്നിട്ടുണ്ട്, അമ്മ ഉണ്ട്. ഞാനിപ്പോ റൂം ലോക്ക് ആക്കിയിട്ടായിരിക്കുന്നത്. പിള്ളേരെ ഒച്ച കേൾക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ ഡിസ്റ്റർബ് ആവുമെന്ന് ഓർത്തിട്ടാട്ടോ. അതുകൊണ്ട് നമുക്ക് ആളും ഉണ്ട്, പിന്നെ ആശുപത്രി അടുത്തായത് കൊണ്ട് കുറെ സാധനങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ ഒരു കുർത്തിയും കൂടി വെക്കുന്നുണ്ട് ഞാന്. സത്യം പറഞ്ഞാൽ കുർത്തി ആയിരുന്നില്ല ഫസ്റ്റ് വെക്കണ്ടത്, അപ്പൊ ലാസ്റ്റ് പോവാ. എന്നാൽ ഞാൻ അതങ്ങനെ വെക്കട്ടെ. കുർത്തി നമുക്ക് ലാസ്റ്റ് ഡേയും ഉപയോഗിക്കാനുള്ളതല്ലേ. കുർത്തി ലാസ്റ്റ് ആയിട്ട് വെച്ചു. പിന്നെ 2 നൈറ്റി, ഒരു ടവൽ. എനിക്ക് പാക്കിംഗ് വീഡിയോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് മാത്രം വെക്കാണ്. അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വെക്കുന്നത്, നമുക്ക് ഇങ്ങനത്തെ വെള്ളത്തുണി വേണമല്ലോ. വെള്ളത്തുണി, കുട്ടിക്ക് ആവശ്യമുള്ള വെള്ളത്തുണി ഞാനൊരു ഒരു 7 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കോട്ടന്റെ ആണ്. ഒരു 7 പീസ് എടുത്തിട്ടുണ്ട്. 7 എനിക്ക് തോന്നുന്നു ധാരാളമാണെന്ന് തോന്നുന്നു. ഇത് ഇത്രയും ആവശ്യം വരുമെന്ന് കൂടി എനിക്ക് അറിയില്ല. പക്ഷെ ഒരു 7 പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെക്കുകയാണ്. പിന്നെ എന്താ വെക്കണ്ടെന്ന് വെച്ചാൽ, കുട്ടിക്ക് ഇത്രയും മേടിച്ചിട്ടുള്ളൂ കേട്ടോ. കുട്ടിക്ക് വേറെ ഒരു ഡ്രസ്സോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ചേച്ചി വരുമ്പോൾ പിന്നെ നമ്മൾ അരക്കിടുന്ന ചെറിയൊരു ഇന്നർ ഉണ്ടാവൂലേ, ഇന്നർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് മേടിച്ചായിരുന്നു. അതൊന്നും ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസമൊക്കെ ആവുന്നു. ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയത് ഒരു 4 ഇങ്ങനത്തെ കെട്ടുന്ന ഉടുപ്പ്. ഞാൻ ഒരെണ്ണം ഇങ്ങനെ ആക്കി കാണിച്ചു തരാവേ. ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ അയൺ ചെയ്തതായിരുന്നു. കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു ഉടുപ്പാണ് മേടിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കെട്ടുന്ന സാധനം കേട്ടോ. ഇങ്ങനെ ഈ വള്ളി പോലെ കെട്ടുന്ന സാധനം. ഇവിടെ ബട്ടൺ ഉള്ളത് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അത്ര പിടിച്ചില്ല എന്നല്ല, ആ ബട്ടൺ എങ്ങാനും കുട്ടിയെ ഇങ്ങനെ നെഞ്ചിലൊക്കെ കുത്തുമെന്ന് ഓർത്തിട്ട്. കെട്ടുന്നതാകുമ്പോൾ നമുക്ക് പേടിയില്ലല്ലോ. വേണമെങ്കിൽ കെട്ടാം, അല്ലെങ്കിൽ ചുമ്മാ കെട്ടി വെക്കാം. അതുകൊണ്ട് ഇതേപോലത്തെ കേട്ടോ, 4 എണ്ണം ഇതേപോലെ തന്നെ, ഈ കെട്ടുന്ന ടൈപ്പ് തന്നെയാണ്. അങ്ങനത്തെ 2 വെള്ള മേടിച്ചിട്ടുണ്ട്, ഈ കെട്ടുന്ന പോലെ തന്നെ. പിന്നെ 2 കളറ്. ഇത്രയും ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മേടിച്ചാൽ മതി. എന്തായാലും ആവശ്യം വരില്ല ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ ആശുപത്രിയിൽ പോകാൻ വേണ്ടി മാത്രം മേടിച്ചിട്ടുള്ളതാണ്. നമുക്ക് വീട്ടിലേക്ക് വന്നിട്ട് വേണമെങ്കിൽ മെല്ലെ ഓരോന്ന് മേടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉടുപ്പ് 4 എണ്ണം ആശുപത്രിക്ക് വേണ്ടി വെക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആ വെള്ളത്തുണിന്റെ മുകളിൽ വെക്കുവാണ്. ഇങ്ങനെ ആവശ്യം വരുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ പോയാലേ അറിയുള്ളൂ ഏതാ ഫസ്റ്റ് ആവശ്യം വരിക എന്നുള്ളത്. ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ റിസീവിങ് ടവൽ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതാണല്ലോ ഫസ്റ്റ് ആവശ്യം വരിക. ഐ ലവ് മോം പറഞ്ഞിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് എൻ്റെ കണ്ണിൽ കിട്ടിയതും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പറഞ്ഞു മേടിച്ചേ. അപ്പോ നമുക്ക് ഫസ്റ്റ് ആവശ്യം വരുന്നത് കുട്ടീനെ റിസീവ് ചെയ്യുന്ന ടവലാണ്. അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട് ഒരു കളറിൽ. ഇത് ഭയങ്കര സ്പോഞ്ച് പോലത്തെ കേട്ടോ. എല്ലാം നല്ല സോഫ്റ്റ് സാധനങ്ങളാണ്. ഒന്നും
ഇങ്ങനെ കുത്തുന്നതോ അങ്ങനത്തെ ഒന്നും മേടിച്ചിട്ടില്ല. ഇത് നല്ല സോഫ്റ്റ് സാധനമാണ്. ഇതിന്റെ ഉള്ളില് ഇങ്ങനെ പ്രിന്റ് ഉള്ള സാധനം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ആദ്യം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് വെക്കാം. അപ്പോൾ ഇതായിരിക്കും ആദ്യം ആവശ്യം വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് വെച്ച് കൊടുക്കാം. ഇനി എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് അത് മാത്രമേ വെക്കണ്ടൂ. വേറെ ഇതിലൊന്നും ഞാൻ വെക്കാൻ പോകുന്നില്ല. ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ നൈറ്റി ചിലപ്പോൾ എനിക്ക് തികയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് വേറെ നൈറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ഈ പ്രഗ്നൻസി സമയത്ത് 2-3 നൈറ്റി മേടിച്ചായിരുന്നു, സ്റ്റിച്ച് ചെയ്യിച്ചായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ 2 നൈറ്റിനേക്കാളും കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ഒരു 3 നൈറ്റി ഉണ്ട്. അത് വേണമെങ്കിൽ ഏട്ടൻ പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും വെക്കാത്തത്. പിന്നെന്തുവാ, എനിക്ക് തോന്നുന്നു ഇത്രയാണ് അത്യാവശ്യമുള്ള സാധനങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കുട്ടിക്ക് ആവശ്യമുള്ള പാമ്പേഴ്സൊക്കെ നമുക്ക് ആശുപത്രിയിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ ആ സമയത്ത് മേടിച്ചാൽ മതി. ഇപ്പം ഞാൻ പാമ്പേഴ്സ് ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ അതിന് പകരം വെള്ളത്തിന് എടുത്തിട്ടുള്ളത്. വെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ വെള്ളത്തിന് ഉപയോഗിക്കും. പാമ്പേഴ്സ് ഉപയോഗിക്കാൻ പാടുവാണെങ്കിൽ പാമ്പേഴ്സ് ഒന്ന് മേടിച്ചാൽ മതിയല്ലോ ആശുപത്രിയിലുള്ളപ്പോൾ. എല്ലാം ഞാൻ ഇവിടെ തന്നെ സെറ്റാക്കി കൊണ്ടുപോകുന്നില്ല, പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ആവശ്യമുള്ള പാഡ്, സാനിറ്ററി പാഡ്. ഇപ്പൊ ഞാൻ ഒരു ചെറുത് മേടിച്ചിട്ടുണ്ട്. പേപ്പറിൽ പൊതിഞ്ഞാട്ടുള്ള ഒരു ചെറുത് മേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു എമർജൻസിക്ക് വേണ്ടി ഇത് വീട്ടിൽ ഇങ്ങനെ വെച്ചതാട്ടോ. എമർജൻസിക്ക് എല്ലാവരും വാങ്ങി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ഏത് സമയത്താ എന്താന്നുള്ളത് പറയാൻ പറ്റില്ല. 9-ാം മാസം തുടങ്ങിയാലും ചിലർക്ക് 8-ാം മാസം ആകുമ്പോഴും ഇങ്ങനെ എമർജൻസി കേസ് വരാറുണ്ട്. അപ്പോൾ 8-ാം മാസം ആകുമ്പോൾ തന്നെ, 8-ാം മാസം നല്ല പ്രഗ്നൻസിയിൽ ഇങ്ങനത്തെ ഒരു ഒരു ചെറിയ പാക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതല്ല, വീട്ടിൽ സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് വെച്ചതാണ്. അപ്പൊ എനിക്ക് സാനിറ്ററി പാഡ്, പിന്നെ കുട്ടിക്ക് പാമ്പേഴ്സും ഇതൊക്കെ നമ്മൾ ആശുപത്രി അഡ്മിറ്റ് ആയതിനു ശേഷം വാങ്ങാനാണ് കേട്ടോ പ്ലാന്. ഇവിടുന്ന് എനിക്ക് എല്ലാം കൊണ്ടുപോകാൻ ഒന്നാമത്തത് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ പാക്കിങ്. ഞാൻ പിന്നെ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്, ആശുപത്രിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ നമുക്ക് എടുത്തിട്ട് പോയാൽ പോരെ. പിന്നെന്താ, ഹാൻഡ് ബാഗും നമ്മളെ ഫയൽസും. ഹാൻഡ് ബാഗിൽ ചീർപ്പും കാര്യങ്ങളും ഇതൊക്കെയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എല്ലാം അങ്ങനെ കാണിക്കുന്നില്ല. ചില സാധനങ്ങൾ അതൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് അത്യാവശ്യം ഉള്ളത് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. കുറേ വലിച്ചു വാരിയിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ ദൂരമൊക്കെയാണ് ആശുപത്രി, പിന്നെ നമുക്ക് വീട്ടിൽ ആളില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ എടുത്ത് വെക്കുന്നത് ആശുപത്രി കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഹസ്ബൻഡിന് എന്താ പറയുക, പെട്ടെന്ന് ഒരു സാധനം എടുക്കണം പിടിക്കണം എടുത്തിട്ട് വരാൻ പറയുമ്പോഴൊക്കെ അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് മൈൻഡ് വർക്ക് ആവൂല. ആരും അടുത്തില്ലാന്നുണ്ടെങ്കിൽ അവരായിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും നോക്കിങ്ങോട്ട് ചെയ്യേണ്ടത്. പക്ഷെ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ആശുപത്രി അടുത്താണ്, വീട്ടിൽ ആളുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും സാധനം എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ എനിക്ക് എടുത്തിട്ട് വരാൻ ആളുണ്ട്. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ എല്ലാ സാധനവും 1-2 എക്സ്ട്രാ വെക്കുന്നതാണ് നല്ലത്. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി പാക്കിംഗ് ബാഗ്. ഇത്രയേ ഉള്ളൂ, ചെറിയ സാധനം. ഇത്രയും ആവശ്യം വരുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എമർജൻസിക്കായിട്ട് കുട്ടിക്ക് പെട്ടെന്ന് കുട്ടീനെ നമ്മൾ മേടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്ന റിസീവിങ് ടവല്, പിന്നെ ഒരു 2 തോർത്ത്, അത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഇനി കുറെ വെക്കാനുണ്ട്. ഈ പഴയ തുണികളൊക്കെ അല്ലേ,
അതൊക്കെ അവിടെ ആവശ്യം വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും ഇതിന്റെ മുകളിൽ വെക്കണം. അപ്പൊ നമുക്ക് അതും കൂടി വെക്കാം. അപ്പൊ എനിക്ക് ആവശ്യമുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യം വരുമോന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇത് പഴയ കോട്ടന്റെ തുണിയാണ്. നമുക്കും ആവശ്യമുണ്ടല്ലോ തുണി ആശുപത്രിയില്. അത് ഇങ്ങനെ കീറിയിട്ട് നൈറ്റി ബിറ്റ് ഇങ്ങനെ കീറിയിട്ട് ഉപയോഗിച്ച നൈറ്റി തന്നെയാണ് കേട്ടോ. അത് വാഷ് ചെയ്തിട്ട് ഇത്രയും വലിയ പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആശുപത്രി പോയാൽ എങ്ങനെ ഇതിനെക്കാട്ടി ചെറിയ പീസ് ആക്കണോ അതോ ഇത് ആവശ്യം വരുമോ ഒന്നും വലിയ പിടിപാടില്ല. പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പീസ് ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കും വെള്ളത്തുണി തന്നെയാണോ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഒരു വെള്ളം മുണ്ടും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു വെള്ളമുണ്ട്, ഇതും കോട്ടന്റെ ആണ്. അത് എടുത്ത് വെക്കുന്നുണ്ട്. ആവശ്യം വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ആവശ്യം വരുന്ന സാധനങ്ങളാണല്ലോ. നമുക്ക് ഡെലിവറി ആയതിനു ശേഷം ഫസ്റ്റ് എന്താണോ നമുക്ക് ആവശ്യം വരുന്നത് അതാണ് നമ്മൾ മുകളിൽ വെക്കേണ്ടത്. കുട്ടിക്ക് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ നൈറ്റി ബിറ്റ് കീറിയിട്ടുണ്ട്. ഞാൻ തുണിയൊന്നും അങ്ങനെ മേടിച്ചിട്ടൊന്നുമില്ല, കടയിൽ പോയി മേടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ പഴയ നൈറ്റികൾ ആണ് കേട്ടോ. യൂസ് ചെയ്യാത്ത അല്ല, പഴയ നമ്മൾ ഉപേക്ഷിക്കാൻ വെക്കൂലേ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി. പ്രഗ്നൻസിയിലുള്ള ആൾക്കാരാണെങ്കിൽ കേട്ടോ. കോട്ടൺ തുണി അവർ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ബിറ്റ് എടുത്തു വെച്ചാൽ മതി. നമുക്ക് വീട്ടിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അത് ലേഡീസിന് അറിയുന്ന കാര്യമാണ്. വീട്ടിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ കുറേ കീറി വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടിക്ക് നമ്മൾ പാമ്പേഴ്സ് മാത്രം ഉപയോഗിക്കണം എന്ന് ഒന്നുമില്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. പിന്നെ കുട്ടികളുടെ സ്കിന്നിൻ്റെ എല്ലാം നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ടതല്ലേ. ഞങ്ങളെ വീട്ടിൽ എൻ്റെ ചേച്ചീൻ്റെ മക്കൾക്കായാലും എൻ്റെ ആങ്ങളേൻ്റെ കുട്ടിക്കായാലും ഇങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ നൈറ്റി തുണി, പഴയ കോട്ടൻ്റെ നൈറ്റികൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ കീറി പിന്നെ അതാണ് അരക്കി കെട്ടി കൊടുക്കുന്നത്. പാമ്പേഴ്സ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പുറത്ത് പോകുമ്പോൾ മാത്രമേ പാമ്പേഴ്സ് ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ വാഷ് ചെയ്ത് നല്ലപോലെ ഡെറ്റോയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തുണി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് വെക്കുന്നത്. അതിനൊപ്പം ഒരു വെള്ളമുണ്ട് ഞാൻ ചോദിച്ചാൽ മാത്രമേ കൊടുക്കാനുള്ള തീരുമാനമുള്ളൂ. നല്ല മുണ്ടുമാണ്. ഇത് മേടിച്ചതൊന്നുമല്ല, നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന മുണ്ട് തന്നെയാണ്, കോട്ടൻ്റെ സിംഗിൾ മുണ്ട്. ഇത് ഞാൻ നല്ലപോലെ അലക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മയും ചേച്ചിയും കൂടി വന്നിട്ടായിരുന്നു കുറേ അലക്കി ഒക്കെ വെച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. ബോക്സിൽ ശരിക്കും കാണുന്നില്ല. ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളമുണ്ട്. ഇത്രയേ നമ്മളെ സാധനങ്ങള്. ഇത്രയേ ഉള്ളൂ നമ്മളെ സാധനങ്ങളൊക്കെ. നമുക്ക് ഉപയോഗിക്കാനുള്ള വേസ്റ്റൊക്കെ ചിലപ്പോൾ തുടച്ചു മാറ്റാനും അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വെക്കുന്നത്. എൻ്റെ ചേച്ചീൻ്റെ പ്രസവത്തിനാണെങ്കിലും ആങ്ങളേൻ്റെ ഭാര്യേൻ്റെ പ്രസവത്തിനാണെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് തുണി വെള്ള തന്നെയല്ല, നമുക്ക് വെള്ള തന്നെയല്ല അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് തുണിയാണെങ്കിലും കോട്ടൻ്റെ തുണി മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ കുട്ടികൾക്ക് വെള്ളത്തുണി തന്നെ വേണ്ടി വരും. അത് ഓരോ സ്ഥലത്തും ഓരോ പോലെ. എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വെള്ളയും വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വെള്ളം കൊണ്ട് പറഞ്ഞ എടുത്തിട്ടുണ്ട്. പിന്നെ നൈറ്റി തുണി കീറി എടുത്തിട്ടുണ്ട്. കുട്ടിക്കെല്ലാം വെള്ളത്തുണി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആശുപത്രിയിലുള്ളപ്പോൾ പാമ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പാമ്പേഴ്സ് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് വേറൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇനി ഹാൻഡ് ബാഗിൽ 2 ചീർപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ള ചീർപ്പ് എടുത്തിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ചീർപ്പ് ആവശ്യമാണല്ലോ, നമ്മുടെ വീട്ടിൽ ആൾക്കാരുള്ളപ്പോൾ നമുക്ക് ഓരോന്ന് ആവശ്യമാണല്ലോ.
അങ്ങനെ ചീർപ്പ് 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ മുടി കെട്ടുന്ന സാധനം ഒന്ന് മേടിച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് എന്താ, ഒരു ചെരുപ്പ്. ഇത്രയൊക്കെ ഞാൻ ആശുപത്രിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളൂ. ഇനി എല്ലാം നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് മേടിക്കാന്നുള്ള തീരുമാനമാണ്. അപ്പോൾ 9ാം മാസം തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ദിവസമായി. ഇനി അടുത്ത ചൊവ്വാഴ്ച ഒന്ന് ആശുപത്രി പോകണം. അപ്പോൾ ഏകദേശം ഇനി എന്തെങ്കിലും പറയുമോ ഡോക്ടർ, ഡേറ്റ് എന്തെങ്കിലും പറയുമോ എന്നുള്ളത് അറിയില്ല. 22ാം തീയതിയാണ് ഡേറ്റ് തന്നിട്ടുള്ളത്. അതിന് മുന്നേ ഡേറ്റ് വരുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ചൊവ്വാഴ്ച ആശുപത്രി പോയിട്ട് വന്നാലേ അറിയുള്ളൂ. അപ്പോൾ 8ാം മാസം തന്നെ പാക്കാക്കി വെക്കണം. ഞാൻ പക്ഷെ കുറേ ഡിലേ ആക്കി. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പാക്കാക്കാനും അതിനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ചേച്ചിയും അമ്മയും കൂടി വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കുട്ടിക്ക് ആവശ്യമുള്ളതും നമുക്ക് ആശുപത്രിയിലുള്ളതൊക്കെ ഞാൻ മേടിച്ചു വെച്ചു. അലക്കി തന്നതൊക്കെ അമ്മയും ചേച്ചിയൊക്കെയാണ്. പിന്നെ അതിൽ 1-2 അയൺ ചെയ്തു. ഇത്രയൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഓരോ പരിപാടിയിലാട്ടോ. അമ്മ അലക്കാണ്, ചേച്ചി പാചകമാണ്. ഞാൻ പിന്നെ എന്തായാലും ഇത് പാക്കാക്കി വെക്കണമല്ലോ, അപ്പോൾ ഒരു വീഡിയോ എടുക്കണമല്ലോ. ഇതും ചേച്ചി തന്നെ പാക്കാക്കി തരുമായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ പാക്കാക്കിയതാണ്. വേറെ എന്തെങ്കിലും എടുക്കണമെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് പേടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആശുപത്രി ഇത്ര അടുത്താണ്, വീട്ടിലാളുണ്ട്, നമുക്ക് എടുത്തിട്ട് വരാനും കൊടുക്കാനൊക്കെ. അങ്ങോട്ട് എമർജൻസി സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ബാക്ക് പാക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലെന്തെങ്കിലും ഞാൻ എമർജൻസി വിട്ടു പോയിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് പറഞ്ഞൂടാ. കുറേ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരൊക്കെ ഒത്തിരി സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ എത്ര മേടിച്ചിട്ടും അത്രയും സാധനങ്ങളൊന്നും എവിടെയും എത്തുന്നില്ല. എനിക്ക് അത്യാവശ്യമുള്ളത് ഇത് മാത്രമേ തോന്നിയിട്ടുള്ളൂ, അത് മാത്രം വെച്ചു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.